ഹലോ, എല്ലാവർക്കും എൻ്റെ കൊച്ചു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്രയും അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും എൻ്റെ വ്ളോഗ് വന്ന് കണ്ട് വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെന്താ പറയുക വെച്ചാൽ, ഒരു മനസ്സിലൊന്നുമില്ല, ബീച്ചിക്ക് പോവുക അല്ലെങ്കിൽ ബേപ്പൂർക്ക് പോയി അങ്ങോട്ടൊന്നും പ്ലാനില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലിയിൽ ഞാനും ഉമ്മയും അനിയനും കൂടിയിട്ട് ഭാര്യയുണ്ട്, അവർ ആദ്യം ഫസ്റ്റ് പോയി യാത്രയ്ക്ക്. അപ്പോൾ ഞങ്ങളും പോവാണ് ചെറിയൊരു യാത്രയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരാം ഇന്ന് ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നായിക്കോട്ടെ, എല്ലാവരും വരി. ഹായ്. മക്കളെ, ഞങ്ങൾ എവിടെ എത്തിയെന്നറിയോ? കൊളത്തൂർ ജംഗ്ഷനിലെത്തി. ഇനി കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ നെക്സ്റ്റ് ജംഗ്ഷനെത്തി. അങ്ങനെ ഓരോന്ന് ഘട്ടമായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ റൈഡിങ് പറഞ്ഞാൽ മൊത്തം കഴിയുന്നത് പരമാവധി കാണിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇതിൻ്റെ കണ്ട് വിജയിപ്പിച്ച് തരണം. പുതിയൊരാളെന്നുള്ളതിലും നമുക്ക് ഒരു തിരുത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിയും പോലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. തിരുത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തും. കൊളത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ യാത്ര നോക്കട്ടെ. കോഴിക്കോട് ഏകദേശം എത്തിയിട്ട് തീരുമാനിക്കും. രാമനാട്ടുകര ഫറൂഖ് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും എവിടെ എത്തും, എങ്ങനെ പോകണം എന്നൊക്കെ കേട്ടോ. നിങ്ങളത് കണ്ടുനോക്കി. അടിപൊളി പാർക്ക് കാര്യങ്ങൾ. ഫാമിലിക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി കാര്യങ്ങൾ. കോഴിക്കോട് എത്തേണ്ട അതിന് മുന്നേ ഫറൂഖിൽ തന്നെ ഉണ്ട്. ഫറൂഖ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കയറണോ, ഇനി ബീച്ചിൽ പോകണോ, എങ്ങനെയാണെന്നുള്ളൊരു തീരുമാനം വന്നിട്ടില്ല എപ്പോഴും. നോക്കട്ടെ. പിന്നെ പറഞ്ഞാലോ, ഒരു ചെറിയൊരു കാര്യം പറയണ്ടേ, എനിക്ക് എൻ്റെ ബ്ലോഗിൽ പറയാൻ നടക്കില്ല. ഞാനിപ്പോൾ കാറായിട്ട് പോണ വ്യക്തിയാണ്. ഞാൻ കണ്ടൊരു കാര്യം പറയണം. സകല ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വണ്ടി മരയിക്കല്ല പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ വിഷയമാണോ അതൊന്നുമല്ല. ചിലവർ ഇൻഡിക്കേറ്റർ ഇടാതെ കയറുന്നുണ്ട്. ഞാൻ നല്ല ആളായതുകൊണ്ട് പറയല്ല. ഡ്രൈവിങ്ങിൽ നല്ലോണം ശ്രദ്ധിച്ചെടുക്കണം. കാരണം ഞാൻ ചെല്ലണമെന്നല്ല. ഈ എന്തല്ലാതെ കയറുണ്ട് കുറച്ച് ഒരു യാതൊരു സിഗ്നലും ഇല്ല, ഇൻഡിക്കേറ്ററിലൊന്നുമില്ല. അടി കയറുണ്ട് കൂളായിട്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വണ്ടി തട്ടല്. എല്ലാവരും തട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നലെയും ഞാൻ ബസ്സും കാറും മറ്റുള്ള വിഷയങ്ങൾ അതൊന്നും ഞാൻ അതൊക്കെ ഇടണില്ല. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഈ ലൈവ് ചെയ്യണ നേരത്തെ കണ്ടൊരു കാര്യമാണ്. പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചാണ്ട് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടല് മര്യാദയാണ്. ആ വണ്ടിമേൽ പടച്ചതാണ് കിട്ടാൻ. അതൊന്നുമില്ല, കൂളായിട്ട് കൊണ്ടാൻ കയറുക. ഫോണടിച്ചപ്പോഴോ അടിച്ച് ഓക്കെ പെട്ടെന്ന്. അതിനോട് അതുപോലെ പെട്രോൾ പമ്പ് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇടുങ്ങിയ പമ്പുകളാണ് ഇവിടെ ഉള്ളത്. വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ വെച്ചാൽ ചില പമ്പിൽ സൗകര്യമുണ്ട്, പാർക്കിങ്ങിനൊക്കെ. എന്നാൽ ചിലർക്ക് സൗകര്യം കമ്മിയാണ്. ഇതൊക്കെ കണ്ടില്ലേ പായണ്. ഇതൊക്കെ യാത്ര എങ്ങനെ ആയിക്കാരം. ഹലോ, അപ്പോൾ ഞങ്ങളിതാ ഒരു ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചില്ലേന്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ്. കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇത് അനിയനാണ്, ഇത് ഉമ്മയാണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു.
ഞങ്ങൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അതിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും അത് യാത്രക്കനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. പോരാത്ത ഒരു ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥ. അപ്പോൾ നമുക്ക് വിശക്കുന്ന ടൈമായപ്പോൾ നമുക്ക് വിശപ്പ് വന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ 3 ആളും ഭക്ഷണം കഴിച്ചു, അനിയനും അമ്മയും ഞാനും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ബീച്ചിൻ്റെ അധീനതയിലെത്തു. ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് ഒരുവിധ ആൾക്കാർ ഉച്ചപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പോൾ അതിനകത്തും ഫാമിലീസായിട്ടും സിംഗിളായിട്ടും എല്ലാവരും കയറുന്നുണ്ട്. തിരക്കുണ്ട്, റോഡ് നല്ല തിരക്കാണെന്ന്. അവിടുത്തെ മൂത്തമ്മ പോണവരുണ്ടോ? സൽമാനെ ഞാൻ നോക്കിയിട്ട് നോക്കണ്ട. അതിനാണ് വണ്ടിക്ക് ഇൻഡിക്കേറ്റർ തന്നെ. നീലണ്ട അറിയോ മേൽപ്പാലം കയറണോ? ആണ്ട പിന്നെ എത്രയാണ് പിന്നെ വെറുതെ ഉണ്ടാക്കി വെച്ചാ അങ്ങനെ കുബിരി എന്നും പറയും. ഇവര് ഈ ക്യാമറാമാന് കുബിരി പറഞ്ഞാൽ അറിയില്ല, പ്രവാസി ജീവിതം എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ കുബിരി പറഞ്ഞാൽ അതിൻ്റെ ഒരു കുബിരി എന്ന് പറഞ്ഞു. അപ്പോൾ കുബിരി പറഞ്ഞാൽ അറിയാത്ത ഓണോട് കണ്ടു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ സിഗ്നൽ ഏതായാലും ഞങ്ങൾക്ക് ബാക്കിയുണ്ട് 9, 6, 7, 8. ഇപ്പം നമ്മളെ ടൈം ആയതുകൊണ്ട് നമുക്ക് എവിടെയും ബ്ലോക്കിൽ കൊടുക്കണില്ല. നമ്മൾ കഴിച്ചിട്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ല ഞങ്ങളിവിടെ കോഴിക്കോട് പാലത്തിൻ്റെ അടുത്തെത്തി. ഒന്ന് കാട്ടി കൊടുക്ക്, പാലൊക്കെ കാട്ടി കൊടുക്കും. നമുക്ക് പോണ വൈക്കൽ കാണിച്ചു തരാനുള്ളത് പാർക്ക് കണ്ടു. ഞങ്ങൾ എവിടെ എത്തി യാത്ര ചെയ്തത്? കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ബോർഡറിലാണ്. ഇനി ഞങ്ങൾ യാത്ര തുടരുകയാണ്. ടൗണാണ്, നല്ല തിരക്കാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ലോണം തിരക്ക്. ഈ പറഞ്ഞ ഞാനുണ്ട് ഇവിടെ ഒന്നുമില്ല, നല്ല തിരക്കുണ്ടാകുക. രാത്രിയാണ് അധികം തിരക്കുണ്ടാകുക. ഇങ്ങനെ പോക്കറ്റ് റോഡ് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു രോഗിനായിട്ട് വന്നാൽ ഇവിടെ കഷ്ടപ്പാടാണ്. ആംബുലൻസുകാർക്കൊക്കെ നല്ല കഷ്ടപ്പാടാണ്. അങ്ങനെ ചെറുവണ്ടി, നമ്മളെ ചെറുവണ്ടിയും അതേപോലെ വലിയ വണ്ടി, ലോറി, ബസ് ഇതിൻ്റെ ഇടയിലൊക്കെ കഴിച്ചില്ലായി ബ്ലോക്കൊന്ന് ഒഴിഞ്ഞ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും യാദർശ കഴിച്ചാലും ഉണ്ടായാലും അതൊക്കെ മെയിൻ റോഡിൽ നിന്ന് നടന്നാൽ ബുദ്ധിമുട്ടാണ്. യാത്ര നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള സീരിയസ് കേസെന്ന് പറയണ്ടല്ലോ. റോഡ് നന്നായി എന്ന് പറഞ്ഞിട്ടായിരുന്നു. കണ്ടിപ്പോൾ ഞങ്ങളിപ്പോൾ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടി ഇതാണ് കൊയിലാണ്ടിയിൽ പാലം. ഇതിനടിയിൽ നല്ലൊരു പുഴയെ കിടക്കുന്നുണ്ട്. നല്ലൊരു പുഴയാണ് ഇതിൻ്റെ അടിയിൽ. അതെ അതെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയത് കണ്ടില്ല. നല്ലൊരു ട്രെയിൻ വരുന്നത് കണ്ടില്ല. നല്ല കറക്റ്റ് ടൈമാണ്. അങ്ങനെ യാത്രക്കാർ ഫുള്ളാണ്. ഒരു ഒഴിവില്ലേ? ബസ്സിൽ നല്ല ഒഴിവാണ്, പക്ഷേ ആ ട്രെയിനിൽ ഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ മക്കളെ ബീച്ചിലെത്തി കഴിഞ്ഞു. കണ്ടില്ലേ, ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. ഇവിടുന്ന് ഇതേമാതിരി നല്ല തിരക്കേക്കാർ. ഇപ്പം തിരക്ക് കയറി കൂടുന്ന ടൈമാട്ടോ. അതല്ലേ, നല്ല കച്ചവടക്കാരുണ്ട് ഇവിടെ. അവർക്ക് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ പറയാം. വൈബോക്കിൽ ഇവിടെ കച്ചവടക്കാരുണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരുണ്ടാവും ഫോണുമ്പോൾ നടാടെ കാണാൻ കളിച്ചു.